ദീപു, ദീപു, നിനക്ക് എന്തു പറ്റി? നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഏയ്, ഒന്നുമില്ല. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. എന്താണെന്ന് വെച്ചാ നീ തുറന്നു പറയ്. എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അത് അത്ര നിസ്സാരമല്ല മാത്യു. ഓ, നീ എന്നെ ഒരു സുഹൃത്തായിട്ടല്ലേ കരുതുന്നത്? എന്ത് കാര്യമാണെങ്കിലും പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം പപ്പ വിളിച്ചിരുന്നു. ആ, എന്തു പറ്റി? നീ എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ? ഏയ്, അതൊന്നുമല്ലടാ. മമ്മിക്ക് നല്ല സുഖമില്ല. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അയ്യോ, എന്തു പറ്റി നിന്റെ മമ്മിക്ക്? എന്താണ് അസുഖം? ഒരു ഓപ്പറേഷൻ ഉടനെ വേണം. അതിന് 25,000 രൂപ വേണം. പപ്പയാകെ ടെൻഷനിലാണ്. എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും ഇത്രയും വലിയൊരു തുകയ്ക്ക്? എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്ന്. മാത്യു, സാരമില്ല, എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാം. അതറിഞ്ഞപ്പോ മുതൽ മാനസികമായി ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. മനസ്സ് വിഷമിച്ചിട്ട് കാര്യമില്ല. ഗുരുജി പറഞ്ഞിട്ടില്ലേ എന്ത് വിഷമം വന്നാലും പ്രാർത്ഥിക്കണമെന്ന്? ആ, അതെനിക്കറിയാം. എന്നാലും ഈ സന്ദർഭത്തിൽ എന്തു ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. സാരമില്ല, നീ എഴുന്നേൽക്ക്. നമുക്കൊരല്പം നടന്നിട്ട് വരാം. വാ. മാത്യു, നീ എന്തിനാ കുറച്ച് കാര്യങ്ങൾ പറയാനെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം വിളിപ്പിച്ചത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചെമ്പ. ഈ മാത്യു എന്തിനാ ദീപുവിനെ വിളിക്കാതെ വരാൻ നമ്മളോട് പറഞ്ഞത്? ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ദീപുവിനെ വിളിക്കാതെ വരാൻ നിങ്ങളോട് പറഞ്ഞത്. എന്ത് കാര്യം? ഈയിടെയായി ദീപുവിനെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ ഇടയായി ദീപു ആരുമായും ഒരു ചെങ്ങാത്തോ ഇല്ല. പഴയ ഒരു ഉത്സാഹം ഒന്നും കാണാനില്ല. ഞാനും അത് മാത്യുവിനോട് ചോദിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ ദീപുവിന് എന്ത് പറ്റി രേണുകേ? മാത്യു, എന്തായാലും നീ ഞങ്ങളോട് സംസാരിക്കുമല്ലോ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. അത് ശരിയാണ്. ഞാൻ ദീപുവിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോഴാണ് അവനെ അലട്ടുന്ന ഒരു കാര്യം എന്നോട് പറഞ്ഞത്. എന്ത് കാര്യം? അവന്റെ അമ്മയ്ക്ക് എന്തോ വലിയ അസുഖമാണ്. ഉടനെ ഒരു ഓപ്പറേഷൻ വേണം. ഓ, അതിന് 25,000 രൂപ ഉടനെ വേണം. അവന്റെ പപ്പ വിളിച്ച് പറഞ്ഞപ്പോ മുതൽ അവൻ വലിയ വിഷമത്തിലാണ്. ഓഹോ, അതിനിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്റെ പപ്പയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പപ്പ എന്തു പറഞ്ഞു മാത്യു? പപ്പ മറുപടി ഒന്നും പറഞ്ഞില്ല. പപ്പയുടെ ബിസിനസ് ഇപ്പോ വലിയ ബുദ്ധിമുട്ടിലാണ്. ഞാനും എന്റെ പപ്പയോടൊന്ന് പറഞ്ഞു നോക്കാം. എന്തെങ്കിലും വഴിയുണ്ടാകും. ആ, നമുക്ക് അവന്റെ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാത്തിനും അവിടുന്ന് വഴിയുണ്ടാക്കാതിരിക്കില്ല. ദീപു, അല്ല, എന്തു പറ്റി ഒറ്റയ്ക്കിരിക്കുന്നേ? ഇന്ന് കൂട്ടുകാരും ഇല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഓ, ദേഷ്യപ്പെടാതെ കൊച്ചനെ. ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ വന്നതാണ്. ബുദ്ധിമുട്ടിക്കാതെ പോകുന്നുണ്ടോ? ഓ, ഞാൻ മോനെ ബുദ്ധിമുട്ടിക്കാനൊന്നും വന്നതല്ല. കഴിയുമെങ്കിൽ സഹായിക്കാൻ വന്നതാ. എന്തായാലും എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട.
ദയവായി എന്നെ ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ? അതു കൊള്ളാം. സഹായിക്കാമെന്ന് കരുതിയപ്പോ മോനെന്താ ഇങ്ങനെ? ഹലോ. ആ ആ ശരി. ആ ആ ശരി. അല്ല, ആരാ മോനെ വിളിച്ചത്? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? മോനെ, ഞാൻ നിന്നെ സഹായിക്കാം. നീ മനസ്സ് വെച്ചാൽ ആഗ്രഹിക്കുന്നതിന്റെ ഇരട്ടി തുക ഞാൻ തരാം. എന്താ എന്താ പറഞ്ഞത്? നിന്റെ അമ്മ ആശുപത്രിയിലാണെന്നും പണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്നും ഞാൻ അറിഞ്ഞു. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഹാ, അതല്ലേ എന്റെ മിടുക്ക്. ആട്ടെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ. മോൻ മനസ്സ് വെച്ചാല് ഞാൻ മോന് 25,000 രൂപ തരും. എങ്ങനെയാ ഇത്രയും വലിയ തുക തരുന്നത്? ആ, ഞാൻ അങ്ങനെയാ. എല്ലാവരെയും സഹായിക്കും. അതാണ് എന്റെ കാഴ്ചപ്പാട്. ഈ തുക തന്ന് എന്തിനാ നിങ്ങൾ എന്നെ സഹായിക്കുന്നത്? അത് ഞാൻ പറയാം. ദീപു, ഉം. നീ എന്താ ഇവിടെ? ഓ, നിന്റെ കൂട്ടുകാരൻ വന്നു. തൽക്കാലം അവൻ ഇതൊന്നും അറിയണ്ട. ഇപ്പോ ഞാൻ പോവാ. അവൻ ഇതറിയണ്ട. ദീപു, നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. ഞാനൊന്ന് മാറിയിരിക്കാമെന്ന് വെച്ചു. മമ്മിയുടെ ഓപ്പറേഷനുള്ള ദിവസം അടുത്തു വരികയാണ്. നീ പറഞ്ഞ കാര്യം വല്ലതും നടക്കുമോ? ആ, അത് പറയാനാ ഞാൻ ഇവിടേക്ക് വന്നത്. അത് ആ, അത് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? ഞാനത് പ്രതീക്ഷിച്ചു. പപ്പയുടെ ബിസിനസ് അല്പം ബുദ്ധിമുട്ടിലാണ്. പൂർണ്ണമായും പപ്പ കൈവിട്ടിട്ടില്ല. ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. കിട്ടുന്നുവെങ്കിൽ നേരത്തെ കിട്ടണം. എങ്കിലേ പ്രയോജനമുള്ളൂ. നീ ഇങ്ങനെ തനിച്ചിരുന്നിട്ട് എന്താ കാര്യം? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഓ, എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള മൂഡൊന്നും ഇപ്പൊ കിട്ടുന്നില്ല. അതെന്ത് പറ്റിയടാ? കണ്ണടയ്ക്കുമ്പോഴൊക്കെ മമ്മിയുടെ മുഖമാ ഓർമ്മയിൽ. എനിക്കറിയില്ല ഇത്രയും വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്ന്. നീ വിഷമിക്കേണ്ട. രേണുകയും ജോളിയും ഒക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും മെയിൽ ചെയ്തിട്ടുണ്ട്. അവര് പ്രാർത്ഥിക്കുന്നുമുണ്ട്. എന്തെങ്കിലും പരിഹാരം കാണാതിരിക്കില്ല. നീ പേടിക്കാതിരിക്കെ. ആ, കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഇത്ര പെട്ടെന്ന് ഈ തുക എങ്ങനെ ഉണ്ടാകും? നമ്മുടെ പാച്ചുവും ചെമ്പനും സുന്ദരിയും ഒക്കെ വലിയ വിഷമമാ നിന്റെ കാര്യത്തിൽ. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എങ്ങനെയെങ്കിലും എൻ്റെ മമ്മിയുടെ ജീവൻ രക്ഷിക്കണം. ഛേ, നീ കരയാതെ. ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നോട്ടെ. നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. കൂട്ടുകാരൻ പോയി അല്ലേ? ആ, പോയി. അവൻ വിചാരിച്ചാൽ ഇത്രയും വലിയ തുക കണ്ടെത്താൻ പറ്റില്ല മോനെ. ഇല്ല, അവൻ ആവത് ശ്രമിച്ചു. ശരി, എങ്കിൽ മോന് ആ തുക ഞാൻ തരാം. എന്താ? ഇത് 25,000 രൂപയുണ്ട്. മോന്റെ മമ്മിയുടെ ജീവൻ രക്ഷിക്കാൻ ഇത് പോരെങ്കിൽ ഞാൻ ഇനിയും തരാം. അയ്യോ, ഇത് തന്നെ ധാരാളം. ആട്ടെ, ഈ സഹായത്തിന് ഞാൻ എന്താണ് പ്രത്യുപകാരം ചെയ്യേണ്ടത്? ആ, അതാണ് കാര്യം. ഒരു ചെറിയ സഹായം മാത്രം. ചെറിയത് എന്താണെന്ന് ഞാൻ പറയാം. പറയൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പറയൂ, എന്താണെന്ന് പറയൂ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ കുരങ്ങനെ എനിക്ക് പിടിച്ചു തരണം. അയ്യോ, അത് പറ്റില്ല.
എന്റെ പാച്ചുവാണ്. പാച്ചുവാണോ അതോ അമ്മയാണോ വലുത്? അതമ്മയാണ്. ആട്ടെ, നിങ്ങൾക്ക് എന്തിനാ എന്റെ പാച്ചുവിനെ? ഓ അതോ, അത് സർക്കസുകാർക്ക് അവനെ വിൽക്കാൻ. അയ്യോ വേണ്ട, അത് പറ്റില്ല. ഞാൻ പലവട്ടം അവനെ പിടികൂടിയതാ. അപ്പോഴെല്ലാം അവൻ രക്ഷപ്പെട്ടു. നിങ്ങൾ അവനെ രക്ഷപ്പെടുത്തിയത്. എന്താ അവനെ തന്നെ വേണമെന്ന് പറയുന്നത്? ഹാ, അവൻ മനുഷ്യരുമായി ഇണങ്ങിയൊരു കുരങ്ങനാണ്. പഠിപ്പിക്കാൻ എളുപ്പമാണ്. സർക്കസുകാരിൽ നിന്നും നല്ല വിലയും കിട്ടും. അയ്യോ അത് പറ്റില്ല, ഞാനത് ചെയ്യില്ല. എന്റെ പാച്ചുവിനെ ഞാൻ പിടിച്ചു തരില്ല. എനിക്കത് ചെയ്യാൻ കഴിയില്ല. ദേ, നീ ഒന്ന് കണ്ണടച്ചാൽ ഈ പണം മുഴുവനും നിനക്ക് കിട്ടും. അമ്മയുടെ ഓപ്പറേഷന്റെ കാര്യം എന്താ? എങ്ങനെ പിടിക്കും ഞാൻ അവനെ? അവന് സംശയം തോന്നാതെ ഞാൻ എങ്ങനെ പിടിക്കും? ഹാ, അതിനൊക്കെ ഒരു മാർഗമുണ്ട്. ദേ, ഒരു പഴത്തിൽ ഞാൻ മയക്കുമരുന്ന് പുരട്ടിത്തരും. നീ അതവന് കൊടുക്കണം. അത് തിന്നു കഴിയുമ്പോ അവൻ വീഴും. ഞാൻ പുറകെ വന്ന് ചാക്കിൽ അവനെ എടുത്തുകൊള്ളാം. ആർക്കും സംശയം തോന്നില്ല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇതാ, ഈ പണം പിടിക്കും. ഏതാണ് ഈ സ്ഥലം? എന്തോ എനിക്ക് പേടിയാകുന്നു ദീപു. ഏയ് പേടിക്കൊന്നും വേണ്ട, ഞാനില്ലേ കൂടെ. അല്ല ദീപു, ഞാൻ മാത്രം വന്നാൽ മതിയെന്ന് പറഞ്ഞതെന്താ? മറ്റുള്ളവരെ വിളിക്കാതെ ഇവിടെ എന്താ പരിപാടി? ഒന്നുമില്ല, പാച്ചുവിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പാച്ചുവുമായി സംസാരിക്കുമ്പോൾ മനസ്സിനൊരു സുഖം. അല്പനേരം നെയ്യുമായി സംസാരിച്ചിരിക്കാനാ ഇങ്ങോട്ട് വന്നത്. ഞാൻ നിനക്കൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്, തരട്ടെ? എന്താ അത്? ഇതാ നല്ല പഴമാ, ആന്റി ഊട്ടിയിൽ നിന്നും കൊണ്ടുവന്നതാ. ഞാൻ നിനക്ക് തരാൻ വച്ചിരുന്നതാ. ഹായ്, കൊള്ളാമല്ലോ ഈ പഴം. എന്ത് നല്ല പഴം. താങ്ക്സ് ദീപു, താങ്ക്സ്. ദൈവമേ, ഓ സമാധാനമായി, പണം കിട്ടി. ഇനി എത്രയും പെട്ടെന്ന് പപ്പയുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കണം. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, നീ എന്നെ രക്ഷിച്ചു. എന്താണിത്? എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്? ബൈബിൾ വാക്യമാണല്ലോ. ദൈവമേ, ഞാൻ എന്റെ സുഹൃത്തിനെ ചതിച്ചു. ഞാൻ പാപിയാണ്. ദൈവമേ. ദീപു? മാത്യുവോ? ദീപു, നീ വിഷമിക്കാതെ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. നാളെയല്ലേ പണം അയക്കേണ്ടത്? ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കെല്ലാം മെയിൽ ചെയ്തു. അവരെല്ലാം പണം എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നു. ഇപ്പൊ അക്കൗണ്ടിൽ നമ്മൾ ഉദ്ദേശിച്ചതിന്റെ 3 ഇരട്ടി പണമുണ്ട്. 75,000 രൂപ. ദീപു, ഞാൻ പറഞ്ഞില്ലേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന്.
പക്ഷേ നമുക്ക് അതിനുള്ള ക്ഷമ വേണം. നീ കരയാതെ സങ്കടപ്പെടാതെ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ഞാനൊരു തെറ്റ് ചെയ്തു. ഞാൻ പാച്ചുവിനെ തൊപ്പിക്കാരന് വിറ്റു. ദൈവമേ, എന്താണ് ഇനി പറയുന്നത്? ആ. ഏ? അയ്യോ, എനിക്ക് എന്താ പറ്റിയത്? ഓ, ആ പഴം കഴിച്ചതിന് ശേഷാണല്ലോ. ഓ ഓ, തല കറങ്ങുന്ന പോലെ. ഓ, ഇതാരാ ഇത്? ഇതാരൊക്കെയാ? ദീപു മാത്യു അല്ലേ ഇത്? നിങ്ങളോ? പാച്ചു, എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. സാരമില്ല ദീപു. ചിലപ്പോൾ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെയാ. അവർക്ക് ബന്ധത്തിന്റെ വിലയൊന്നും അറിയില്ല. അവർക്ക് എല്ലാം പണമാണ്, എല്ലാം. സാരമില്ല, നീ അവനോട് ക്ഷമിക്ക്. ഇനി ഒരിക്കലും അവനിത് ആവർത്തിക്കില്ല. പാച്ചു, നീ എന്നോട് ക്ഷമിക്കില്ലേ? പോട്ടടാ, ക്ഷമിക്കടാ, നമ്മള് കൂട്ടുകാരല്ലേടാ. ദീപു, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. പോട്ടടാ.